ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് CSS യൂസർ ഇന്റർഫേസിനെ കുറിച്ചാണ്. യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ഉപഭോക്താവ് കാണുന്ന ഭാഗത്തെയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഈ ഇന്റർഫേസിന്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതായത് ഒരു എലമെന്റ്സിന് നമുക്ക് റിസൈസ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ആ എലമെന്റ്സിന് ഔട്ട്ലൈൻ ചേർത്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസർ ഇന്റർഫേസ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും 3 വിധത്തിലാണ് യൂസർ ഇന്റർഫേസ് വരുന്നത്: ഹൊറിസോണ്ടൽ, അതേപോലെ തന്നെ വെർട്ടിക്കൽ, അതേപോലെ തന്നെ ബോത്ത്. ഈ 3 രൂപത്തിലാണ് നമ്മൾ റിസൈസ് എന്ന യൂസർ ഇന്റർഫേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് ചേർത്ത് കൊടുത്തു, CSS ചേർത്ത് കൊടുക്കാൻ വേണ്ടി സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് വെബ് പേജിന്റെ ബോഡി ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഡിവാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിവിൻ്റെ ഉള്ളിൽ നമ്മളൊരു ടെക്സ്റ്റ് ചേർത്ത് കൊടുത്തു. ചോയ്സ് ആണ്, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്ത് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഈ ഡിവിനാണ് നമ്മൾ CSS ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡിവിന് നമ്മൾ ക്ലാസ്സോ ഐഡിയോ ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് നേരിട്ട് ആ ഡിവിൻ്റെ പേര് തന്നെ ഇവിടെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിന് ബോർഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ബോർഡർ, എന്നിട്ട് അതിന് ശേഷം അത് എത്ര തിക്നെസ് വേണമെന്നുള്ളത് ചേർത്ത് കൊടുക്കുക. 2 പിക്സൽ ചേർത്ത് കൊടുത്തു. അതേപോലെ ഏത് ലൈൻസ് സ്റ്റൈലാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഞാൻ സോളിഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പാഡിങ് എത്രത്തോളം ഗ്യാപ്പ് വേണമെന്ന് തീരുമാനിക്കാം. പാഡിങ് ചേർത്ത് കൊടുക്കണം. അത് ഞാൻ 20 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോയ്സാണ്, നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ഹൊറിസോണ്ടൽ എന്ന റിസൈസിങ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റിസൈസിങ് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ഹൊറിസോണ്ടൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഓവർഫ്ലോ ചേർത്ത് കൊടുക്കണം. ഓവർഫ്ലോ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഓവർഫ്ലോ നമ്മൾ ആട്ടൊന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ തൽക്കാലം ഇത്ര മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇതിന് നമുക്ക് ഒരു വിഡ്ത്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, വിഡ്ത്ത് നമ്മളിവിടെ വന്ന് ഒരു 300 പിക്സൽ വിഡ്ത്തും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത് സേവ് ചെയ്ത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഈ രൂപത്തിലായിരിക്കും വരിക. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ റിസൈസിങ് ആണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് മാത്രമേ ഇതിന്റെ വലിപ്പം നമുക്ക് ഇത് കൂട്ടി കൊടുക്കാൻ പറ്റൂ. എന്നാൽ നമുക്ക് ഇവിടെ വന്ന് താഴോട്ട് ഒരിക്കലും ഇതിന്റെ വലിപ്പം കൂട്ടി കൊടുക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിന്റെ സൈസ് എത്രത്തോളാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് കുറയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെ ഹൊറിസോണ്ടലിൽ നമുക്ക് വലിപ്പം കൂട്ടാനും അതേപോലെ തന്നെ കുറക്കാനും വേണ്ടിയാണ് നമ്മൾ റിസൈസിൽ ഹൊറിസോണ്ടൽ ഉപയോഗിക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത് വെർട്ടിക്കൽ. അപ്പോൾ വെർട്ടിക്കൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഹൊറിസോണ്ടൽ എന്ന ഇതിന്റെ സ്ഥാനത്ത് നമ്മളിവിടെ വന്ന് വെർട്ടിക്കൽ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. വെർട്ടിക്കൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങോട്ടായിരുന്നു മൂവ് ചെയ്യുന്നത്. എന്നാൽ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ താഴോട്ടായിരിക്കും ഇതിന്റെ സൈസ് റിസൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതിന്റെ സൈസ് നമുക്ക് എത്രത്തോളം താഴോട്ട് വേണമെന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്ന് വെർട്ടിക്കൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് റിസൈസിൽ വരുന്നതാണ് ബോത്ത്. ബോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഭാഗത്തേക്കും ഒരേ രൂപത്തിൽ നമുക്ക് റിസൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബോത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ബോത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിന്റെ സൈസ് 2 ഭാഗത്തേക്കും ഒരേ രൂപത്തിൽ നമുക്ക് ഇതിന്റെ സൈസ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ റിസൈസിൽ ബോത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 വിധത്തിലാണ് റിസൈസ് വരുന്നത്. ഒന്നാമത്തെ ഹൊറിസോണ്ടൽ, രണ്ടാമത്തെ വെർട്ടിക്കൽ, മൂന്നാമത്തത് ബോത്ത്. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് നമുക്കിതിനെങ്ങനെ ഔട്ട്ലൈന് ചേർത്ത് കൊടുക്കാം എന്നുള്ളതാണ്. ഔട്ട്ലൈന് ചേർത്ത് കൊടുക്കാൻ ഇതേ പ്രോഗ്രാമിൽ തന്നെ നമുക്കിതിൽ ഔട്ട്ലൈന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഔട്ട്ലൈന് ചേർത്ത് കൊടുക്കാൻ നമ്മളിവിടെ വന്ന് ഔട്ട്ലൈന് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഔട്ട്ലൈന് എന്ന് എഴുതിയതിന് ശേഷം ഔട്ട്ലൈൻ എന്ന് എഴുതിയതിന് ശേഷം നമുക്ക് ഔട്ട്ലൈൻ എത്ര പിക്സൽ ആണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. നമ്മൾ 1 പിക്സൽ തിക്നെസ്സും അതേപോലെ തന്നെ സോളിഡ് ഏത് ലൈൻസ് മോഡലാണോ വേണ്ടത് അത് നമ്മൾ സോളിഡ് എന്ന് ചേർത്ത് കൊടുത്തു. അതിന് ഏത് കളറാണോ വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. റെഡ് കളറായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഔട്ട്ലൈന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഔട്ട്ലൈൻ ഓഫ്സെറ്റ്
ഇവിടെ വന്ന് നമ്മൾ എത്ര പിക്സലാണോ നമുക്ക് അതിൻ്റെ ഗ്യാപ്പ് വേണ്ടത്, അതായത് രണ്ട് ലൈൻസിൻ്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് വേണം എന്നുള്ളത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. 10 പിക്സലാണ് നമുക്ക് ഗ്യാപ്പ് വേണ്ടത്, അപ്പോൾ അതും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ വെബ് പേജിൻ്റെ ഇതിൻ്റെ 4 ഭാഗത്തും നമുക്ക് ഇതുപോലെ ഒരു റെഡ് അണ്ടർലൈൻ ഇതിൻ്റെ പുറത്തായിട്ട് വന്നിട്ടുണ്ടാവും. ഈ രൂപത്തിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഔട്ട്ലൈന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും